Hi friends, welcome back to Ashkar Techie. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ വീഡിയോ ആണ്. Guys എന്തൊക്കെയുണ്ട് സുഖമല്ലേ? നമുക്ക് വീഡിയോ എടുക്കാം. कुत्ते कमीने हरामखोर मैं काफी देर वेट कर रही हूं. कैसी है तू? अच्छी हूं. कैसा है? वो अच्छी लग रही है आजकल. Thank you. അപ്പോൾ guys നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രാങ്ക് വീഡിയോസ് ആണ്. ഇതൊന്നും അല്ല guys, പല മോഡൽ പ്രാങ്കുകൾ വരാനിരിക്കുന്നുണ്ട്. Guys നമുക്ക് ബാക്കി കാണാം. Oh my god. Hi. How are you? Good. How are you? मैं वेट कर रही हूं. पागल. अभी ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ടെങ്കിൽ അയാളുടെ ബാക്കിലായിട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നടന്നു വരും. അപ്പോൾ മുമ്പ് നീ ഒരു കുട്ടി പോയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ആക്കിയിട്ട് ഹഗ് ചെയ്യാൻ പോവാണ്. സംഭവം അതാണ്. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്ന ചാനലുകളുണ്ട്, പ്രാങ്ക് മാത്രം ചെയ്യുന്ന ചാനലുകളുണ്ട്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള. അപ്പോൾ ഈ ചാനലും അങ്ങനെയാണെന്ന് തോന്നുന്നു. 26,50,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതായത് 2.65 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ചാനലിൻ്റെ പേര് ഫംഗ്യൂ തന്നെയാണ്. ഞാൻ കേൾപ്പിച്ചുതരാം. Hey guys, this is Funkyu and today we are ഓക്കെ, ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞെന്ന് അറിയേണ്ടത്. पागल. अभी Hi baby. ഗൈസ് പയ്യൻ അവിടെ നിന്ന് ചടച്ചു പോയി. how are you? इधर है बाग. ഗൈസ് ഇയാൾ ഏതോ കടയിലുള്ള ആളാണെന്ന് തോന്നുന്നു. ഈ ഫ്ലാസ്ക് ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനങ്ങനെ നടന്നിട്ടുണ്ട് റോഡിലൂടെ. മറ്റുള്ള കടയിലേക്ക് ചായ വേണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പം ഫ്ലാസ്കിലാക്കി കൊണ്ടു കൊടുക്കും. ചിലപ്പോൾ ഒരു 6 ഗ്ലാസ് ഇടുന്ന ഒരു സ്റ്റാൻഡ് വരെ സംഭവം ഉണ്ട്, അതിൽ ഇട്ട് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇത് ഏതോ ഹോട്ടലിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലോട്ടോ ഫ്ലാറ്റിലോട്ടോ കണ്ട് പോവാണ്. എന്തായാലും പയ്യൻ ചടച്ചു പോയി. इधर है बाग. അയാൾക്കാവുന്ന ഒന്നും എല്ലാം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതല്ല, ഇതേപോലെ ഓളകളെ കുറേ എണ്ണത്തിൽ ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ട് സീനൊന്നുമില്ല. ദെൻ ബാക്കി കാണാം. സംഭവം ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, കാണിച്ചുതരാം. I was waiting. അങ്ങനെ തന്നെ വേണം. I was waiting. ഇവനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ഇവനറിഞ്ഞ് ഇവനിത് അറിഞ്ഞ് ഇത് പ്രാങ്ക് ആണെന്ന് അറിഞ്ഞ് അപ്പോൾ കൽപ്പിച്ച് കൂട്ടി ചെയ്താണ്. കിട്ടിയ ചാൻസ് അല്ലേ, മുതലാക്കാതിരിക്കാൻ പറ്റുമോ? ഏയ് ഇല്ല. അപ്പോൾ ഇവൻ ക്യാമറ കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ചാടി കയറി പിടിക്കത്തില്ല. അപ്പോൾ ബേക്കിൽ നിന്ന് മറ്റേവൻ ചാടുന്നുണ്ട്. മാറടാ അവന്, പോടാ. അവൻ തള്ളി പറഞ്ഞയച്ചിട്ടുണ്ട്. ഓക്കെ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ തന്നെ വേണം. നമ്മൾ ഏത് പ്രാങ്ക് എടുത്ത് നോക്കിയാലും മനസ്സിലാവും അതിലൊരു പാളിപ്പോയൊരു സീൻ ഉണ്ടാവും. ഉറപ്പായിട്ട് പാളിപ്പോയൊരു സീൻ അതിൽ വേണം. ഹൈലൈറ്റ് ആണ്. അല്ല സോറി, മാറിപ്പോയോ? വീഡിയോ മാറിപ്പോയോ? ഇല്ലല്ലോ, വീഡിയോ ഇത് പബ്ലിക്കിലുള്ള. പബ്ലിക്കിൽ വേറെ ആളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതെന്താ ഇത്? പ്രാങ്ക് തന്നെ അല്ലേ? മാറിപ്പോയോ? ഇല്ല എന്നോട് മാറിപ്പോയിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താ സംഭവം. ഓഹോ, അപ്പൊ അതാണ് മനസ്സിലായി. സംഭവം എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അവന് മതിയായിട്ടില്ല. ഇവന് മൂക്കിന്റെ അടിയിൽ ഒരു രോമം പോലും വന്നിട്ടില്ല. ഇവൻ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലേ. പ്രാങ്ക് ആണല്ലോ, പ്രാങ്ക്. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. ഇവൻ ഈ പെണ്ണുമ്പിള്ളേൻ്റെ അടുത്തോട്ട് പോയതാണ്. ഇങ്ങനെ അവിടെ കിടന്ന് സ്വൈര്യക്കേടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട്, എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 11 എടുത്തു. ഓ ഇവനാണെങ്കിൽ കിട്ടിയ ചാൻസ് മുതലാക്കുക. ഇവനൊക്കെ വലുതായ എന്താകോ എന്തോ കണ്ടറിയാം നമുക്ക്. എന്നിട്ട് നിങ്ങൾ ഈ ചേച്ചിന്റെ എക്സ്പ്രഷൻ കണ്ടോ? ഇല്ലല്ലോ. ഒരു കിസ് കൊടുത്തിട്ടും ഉള്ള എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ? ഇനി എന്താ മോനെന്താ വേണ്ട? ഇനി വാവക്ക് എന്താ വേണ്ടേ? ഇനി വേറെന്തോ വേണോ? എവിടെയൊക്കെ കിസ് വേണ്ടേ മോന്? വാവക്ക് ഇനി എന്താ വേണ്ടത്? ഞാൻ ഒരിക്കലും പറയില്ല ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്ന്. ഞാൻ കമന്റ് ബോക്സ് നോക്കിയിട്ടുള്ള ആ ഒരു അഭിപ്രായം ഞാൻ യോജിക്കുന്നില്ല. കമന്റ് ബോക്സിൽ പിന്നെ പലരും പറയും
ഞാൻ യോജിക്കൂല. ഇത് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്ന് ഞാൻ യോജിക്കത്തേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ ചെവിയിൽ ഹെഡ്ഫോൺ കണ്ടോ? കണ്ടില്ലേ? ദെൻ ഈ പയ്യൻ്റെ ടീഷർട്ടിൽ കണ്ടോ? മൈക്കാണ്, ആ ഒരു വയർലെസ് മൈക്കാണ്. അപ്പോൾ ഈ പെണ്ണും പിള്ളക്ക് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്ന്. ഇതൊരു ഹൈലൈറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇതെന്താ മോനെ, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്ന മോനെ? പേനയാണ്? ഇത്രയും വലിയ പേന ഉണ്ടോ മോനെ? എന്തുകൊണ്ട് ചോദിച്ചില്ല? ഈ പയ്യൻ ചെവിയിൽ വയറും കൊത്തിക്കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് ഈ ചേച്ചി എന്തുകൊണ്ട് ചോദിച്ചില്ല? ചേച്ചി എന്തുകൊണ്ട് ചോദിച്ചില്ല? നോ, ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ല ഗൈസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ല. ഈ വീഡിയോയുടെ ഫസ്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ആ പയ്യൻ ആ ചേച്ചീൻ്റെ മുമ്പിലോട്ട് ചാടി വീണിട്ടുണ്ട്. എക്സ്പ്രഷൻ ഓ എക്സ്പ്രഷൻ ഒരു പ്രശ്നമില്ല. ഇവിടെ എങ്ങനെ ആണെങ്കിൽ മുന്നോട്ട് ചാടി വീഴുമ്പോൾ നമുക്ക് എന്തായാലും തിരക്കുണ്ടാവും. നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവും. പക്ഷേ ഈ ചേച്ചി അതൊന്നും മൈൻഡ് വെച്ചില്ല. ഒരു 10-12 മിനിറ്റോളം ഈ ചേച്ചി ഈ പയ്യനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ചെയ്യുമോ ഗൈസ്? ഇത് ഇവിടെ ആണെങ്കിൽ ഈ പട്ടികളെ കൊണ്ടിട്ടാണ് അവിടെ സഹിക്കാൻ പറ്റുന്നത്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അയ്യേ, ഇതെന്തുവാടാ ഇത്? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ 2 കൈയിലും കെട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവനിങ്ങനെ സംസാരിക്കുന്നതിനിടയിലോട്ട് ഒരുത്തം വന്നു. അങ്ങനെ 11 എന്താ കൈ കൊടുത്തിട്ട് മേടിക്കുന്നില്ലേ? നോ. അപ്പോൾ ഇവനിങ്ങനെ വേക്കോട്ട് പോയിട്ട് യെസ് അങ്ങനെ ചെയ്തു. പാൻ്റ് അയച്ചു, അവൻ ഓടി. അപ്പോൾ ഇവന് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ 2 കൈയും കെട്ടിയത് കൊണ്ട് ഇവൻ ആ പാൻ്റ് ഇടാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെൺപിള്ളേരോട് ഇട്ടുതരാൻ പറയാണ്. അപ്പോൾ അതൊരു പ്രാങ്ക് ആയിട്ടാണ്. ഓരോ ആളുകളുടെ മൈൻഡ് പോകുന്ന പോക്കേ. എടാ ഏതാണ് ഇട്ടത്? പുതിയതാണല്ലോ, മാച്ചാണല്ലോ, പുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? പുതിയതാണെന്ന് തോന്നുന്നു. കളർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ 2 ഓട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവനിങ്ങനെ നിലത്തൊക്കെ കിടന്ന് ഇങ്ങനെ കാറുന്നുണ്ട്. ഇവൻ നിലത്ത് കിടന്നിട്ട് ഇത് പാൻറ് ഇട്ട് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും അവർ ആ പാൻറ് ഇട്ട് കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇവർ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ പാൻറ് ഇട്ട് കൊടുത്തു. ഓക്കെ, നല്ല പ്രാങ്കാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദെൻ നെക്സ്റ്റ് നമ്മുടെ പയ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. പയ്യന് തന്നെയാണ് പണിയെന്നാണ് തോന്നുന്നത്. അതായത് മില്യൺ കണക്കിന് വ്യൂസാണ് വീഡിയോസിനൊക്കെ. പ്രാങ്ക് ഒരു ദിവസം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ മാഹിമച്ചാനൊക്കെ പോലെ. മാഹിമച്ചാനൊക്കെ വേറെ ലെവലാട്ടോ. ഇതൊക്കെ ഒരുമാതിരി ഊളകളുടെ ഇത് നോക്കിയേ, ഫുള്ള് എന്താ പറയുക, ഒരുമാതിരി വീഡിയോസ്. അപ്പോൾ പയ്യൻ ഇന്നും ഹെഡ്ഫോണൊക്കെ കുത്തിയിട്ടുണ്ട്, മൈക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെണ്ണുമ്പിള്ളൊക്കെ മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന്. ഇവർക്ക് ഇത് കാണാൻ പറ്റുന്നില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവർ മുഖത്തോട്ട് മാത്രം നോക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവനിങ്ങനെ കിടന്ന് കാറുന്നുണ്ട് അവിടുന്ന്. ഓ, കാലൊക്കെ പിടിക്കുന്നുണ്ട്. കാലൊക്കെ പിടിച്ചു. ഓ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ പയ്യനെ എവിടെ കിടന്ന് കാറിയത്. പ്രാങ്കൊക്കെ ആണ്, സെറ്റാണ്. ഇതേപോലെയുള്ള ഇഷ്ടം പോലെ പ്രാങ്ക് ഉണ്ട് ഗൈസ്. പാളിപ്പോയ പ്രാങ്കുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രാങ്ക് ഇനി വേണോ? വേറെ ലെവൽ പ്രാങ്കുകളുണ്ട്, നിങ്ങൾ കാണാത്ത പ്രാങ്കുകളൊക്കെയാണ്. ഞാൻ എവിടെന്നെങ്കിലും തപ്പി പൊക്കി കൊണ്ടുവരും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോയിൽ കാണാം. ബൈ.